ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് സങ്കടത്തിലാണെങ്കിൽ നമുക്ക് കുറച്ച് പൂക്കൾ കണ്ട് സന്തോഷിക്കാം. എന്താ? നമ്മൾ ഈ പർച്ചേസ് സമയങ്ങളിൽ ഓരോ ഇടത്തുനിന്നും പല പ്ലാൻസും സെലക്ട് ചെയ്ത് വെച്ച് അവർക്ക് പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് അടുത്ത റോസ് പാടത്തിലേക്ക് നീങ്ങുമ്പോൾ ചിലപ്പോൾ ചില കാഴ്ചകൾ കണ്ട് തല മരച്ച് നിൽക്കാറുണ്ട്. അത്രയധികം പൂക്കളുടെ ബാഹുല്യം അവിടുത്തെ പ്ലാൻസിലുണ്ടാകും. എന്നാൽ എല്ലാ പാടങ്ങളിലും ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കില്ല. അത് ഓരോരോ ഇടങ്ങളിലെയും കെയറിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. നമ്മൾ ഈ പ്ലാന്റ്സ് വളർത്തുന്നവർ കെയർ ചെയ്യുന്ന വ്യത്യാസം കൊണ്ട് ചെടികൾക്ക് നല്ല ആരോഗ്യവും എന്നാൽ ചില ചെടികൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളർന്നു പോകുന്നതും ഒക്കെ കാണാറില്ലേ? അതുപോലെ തന്നെയാണ് അവിടുത്തെയും പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ട് ചെടികളുടെ ഗുണമേന്മയ്ക്കും വ്യത്യാസമുണ്ടാകും. ചില പാടങ്ങളിൽ ഇതുപോലെ പൂക്കൾ കാണാത്തത് അവർക്ക് ജസ്റ്റ് സെയിൽ മാത്രം നടന്നാൽ മതി, ചെടികൾ നശിക്കരുത്, അതുപോലെ പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് കുറച്ച് വളവും അതുപോലെ പെസ്റ്റിസൈഡും ക്രമാനുഗതമായി അടിച്ചു പോകുന്നു എന്ന് മാത്രം. എന്നാൽ ഈ കട്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ മുട്ടുകൾ നുള്ളുക, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്നത് വഴിയാണ് ചെടികൾ ഇതുപോലെ ബുഷാകുന്നതും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നതും. അങ്ങനെ ചെയ്യുന്ന പാടങ്ങൾ വളരെ വിരളമാണ്. പക്ഷേ നമ്മൾ ഇത്തവണ പോയപ്പോൾ ഇങ്ങനെ ഒരു പാടം കാണാൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണ്. അവിടെ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഇത് നമ്മുടെ അഹല്യ റോസാണ്. അഹല്യ റോസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പ്ലാന്റ്സിലേക്ക് പോകാം അതിന് മറുപടിക്ക് വേണ്ടിയിട്ട്. ഈ കാണുന്ന നമ്മുടെ വെള്ള സമാധാനത്തിൻ്റെ പ്രതീകമായ സമ്മർ സ്നോ റോസുകളെ നിങ്ങൾക്ക് എന്തായാലും അറിയാതിരിക്കാൻ വഴിയില്ല. സമ്മർ സ്നോ റോസുകളുടെ ട്വിൻ സിസ്റ്ററാണ് അഹല്യ എന്നാണ് അറിയപ്പെടുന്നത്. പേരിൻ്റെ അല്ലെങ്കിൽ ഐഡിയയുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ധാരണയില്ല. പറഞ്ഞു വന്ന പേരുകൾ ഞാനും ആവർത്തിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുന്നത് കാണാൻ എന്താല്ലേ രസം, വെള്ളയും പിങ്കും. ഈ പാടത്തിൽ സെയിലിനായിട്ടുള്ള മറ്റൊന്നാണ് നമ്മുടെ റെഡ് പിനാക്കിയോ റോസ്, അതുപോലെ സിൽവർ ലൈൻ അല്ല, നമ്മളത് ബേബി പാരഡൈസ് എന്നാണ് പറയുന്നത്, ബേബി പാരഡൈസ് റോസ്. ഇതെല്ലാം ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ സെയിലിനായിട്ട് ചെടികൾ കുറച്ച് മാത്രമാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം ഓർഡർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ കിട്ടുന്നത്. നിറയെ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ടാവും, എന്നാൽ ചില പാടങ്ങളിൽ ചെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഓർഡറാണ്, 2 ആഴ്ചത്തേക്ക് ഇനി പ്ലാന്റ്സ് ഒന്നും ആയിട്ടില്ല, ഇനി റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ഈ റോസിൻ്റെ എല്ലാം വിലകൾ കൂടി വരുന്നത്, ഡിമാൻഡ് കൂടുന്തോറും. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഒരുപാട് പാടങ്ങൾ അവിടെ പ്രൊഡക്ഷൻ നിർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് നിലവിലുള്ള പാടത്ത് ഒരുപാട് ആവശ്യക്കാർ വരികയും അവർക്ക് പോട്ട് മാറ്റുന്നതിനുള്ള ടൈം പോലും ഇല്ലാത്തത് കൊണ്ട് അവർ ചെറിയ പോട്ടുകളും ചെറിയ കവർ ചെടികളും വലുതിൻ്റെ വിലയിട്ട് വിൽക്കാനും തുടങ്ങിയത്. കാരണം ഇത് അവരുടെ ജീവിതമാർഗ്ഗമാണല്ലോ. ചെറിയ കവറുകളുടെ വില വാങ്ങിച്ചുകൊണ്ട് മാത്രം അവർക്ക് ബിസിനസ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രയോജനമില്ല എന്നുള്ളത് കൊണ്ടാണ് ആ കവർ മാറ്റുന്നതിന് മുന്നേ തന്നെ സെയിലായി പോകുന്ന ചെടികൾക്ക് എന്നാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാകും. നമ്മുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അത്യാവശ്യം നല്ല ചെടികൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഓൺലൈൻ വഴി അയച്ചു കൊടുക്കേണ്ട ചെടികളായതുകൊണ്ട് ഗ്രോത്ത് ഉള്ളതും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികൾ മാത്രം എടുത്താലേ നമുക്കത് കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോഴേക്കും ആരോഗ്യത്തോടെയും ഫ്രഷായിട്ടും ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അവിടുത്തെ റെഡ് പിനാക്കിയോ തോട്ടമാണ്. റെഡ് പിനാക്കിയോ കുറച്ച് പ്ലാന്റ്സ്, ഒരു 4-5 പ്ലാന്റ്സ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ബുഷായിട്ടുള്ള. അത് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. തിരിഞ്ഞു നടന്നും അങ്ങോട്ട് നടന്നും അതേപോലെ ചരിഞ്ഞു നടന്നും താഴെ ഇരുന്നും എല്ലാം വീഡിയോസ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് എടുത്താലും അത് ചിലപ്പോൾ എനിക്കൊരു തൃപ്തി വരത്തില്ല. ഞാൻ കണ്ട കാഴ്ച അതുപോലെ ഫോണിൽ കിട്ടിയോ എന്നൊക്കെയുള്ള കുറച്ച് സംശയങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ വന്നത്, ഇത്തവണ എനിക്ക് ഹസ്ബൻഡ് കൂടെ വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാനൊരു പാടത്ത് ചെന്നാൽ ആ ഒരു കാഴ്ചയും കണ്ടങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിൽ 1-2 വെറൈറ്റി, അതായത് നമ്മൾ ആദ്യം കണ്ട സമ്മർ സ്നോ, അത് നമുക്ക് 2 പ്ലാന്റ്സ് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഓൺ റൂട്ടഡ് അല്ല കേട്ടോ, ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. വെറുതെ വളർത്തുക എന്നുള്ളതല്ല, നന്നായി വളർത്തുക എന്നുള്ള ഒരു രീതിയാണ്. മുട്ടകൾ വിരിയുന്നതിനനുസരിച്ച് വിരിയുന്നതിന് മുന്നേ നുള്ളി കൊടുക്കുമ്പോൾ നിറയെ ബ്രാഞ്ചസ് വരും. ബ്രാഞ്ച് വന്ന് ചെടികൾ ബുഷാകുമ്പോൾ പൂക്കാൻ അനുവദിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെയുള്ള ചെടികൾ സെയിലിനായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അഹല്യ റോസിൽ ഏകദേശം 3 എന്തോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതുപോലെ 2 7 ഡേയ്സ് റോസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റ്സിനുള്ള ഒരു വീഡിയോ കാണിക്കുന്ന ഒരു സെയിൽ വീഡിയോ കൂടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു.
ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഹല്യ റോസ്. അഹല്യ റോസ് നാടൻ വരാറുണ്ട്. നാടനിൽ ഒരുപാട് ചെറിയ ചെടികളാണ് പലപ്പോഴും കിട്ടാറുള്ളത്. പക്ഷേ ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് ഇത് നല്ല സ്ട്രോങ് ആയിട്ടും ബുഷായിട്ടും നിറയെ പൂവിട്ടും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ കയ്യിൽ ഏതൊക്കെ പ്ലാന്റ്സ് വെറൈറ്റീസാണ്, റോസസ് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലുള്ള വാട്സാപ്പിൽ ഞാൻ കാറ്റലോഗ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം വെറൈറ്റീസ് നമുക്കുണ്ടെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഈ പൂക്കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായോ അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെ ബുഷായിട്ടുള്ള സൂപ്പർ ചെടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയാൽ മതി. അതുപോലെ എനിക്ക് മെസ്സേജ് ഇട്ടാലും മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാ പേരും ഹാപ്പി ആയിരിക്കുക. സ്നേഹപൂർവ്വം ഹാദിയ.